ഇന്ന് നമ്മൾ ജീവിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള ഒത്തിരി തിരക്കുകൾക്കിടയിലാണ്. നമ്മുടെ ജോലിസ്ഥലത്തുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ. അങ്ങനെ ഓരോ ദിവസവും എത്രമാത്രം ഭാരമാണ്, എത്രമാത്രം മാനസിക ഭാരമാണ് നമ്മൾ ചുമക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ശാരീരികമായിട്ടുള്ള ഭാരം നമുക്ക് പെട്ടെന്ന് തന്നെ ഇറക്കി വയ്ക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ മനസ്സിൽ കുമിഞ്ഞുകൂടുന്ന ഈ മാനസിക ഭാരങ്ങൾ എവിടെയാണ് നമ്മൾ ഇറക്കി വയ്ക്കുന്നത്? പ്രശസ്ത എഴുത്തുകാരി സുധാമൂർത്തിയുടെ ഒരു കഥയുണ്ട്, ഹൊരഗല്ല്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേവലം ഒരു കഥയെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് മനുഷ്യൻ്റെ മാനസികാരോഗ്യത്തെയും സഹാനുഭൂതിയെയും കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള ഒരു മനഃശാസ്ത്ര സത്യത്തെക്കുറിച്ചാണ്. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ ഇടയ്ക്കൊന്ന് പറഞ്ഞു, ഞാൻ നിൻ്റെ ഹൊരഗല്ലാണ് എന്ന്. വാസ്തവത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 1-2 പ്രാവശ്യം മാത്രമേ നേരിട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഫോണിൽ പലപ്പോഴും സംസാരിക്കാറുണ്ട്, പല വിധത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ അതിനിടയിലാണ് എന്നോട് പറഞ്ഞത്, ഞാനാണ് നിൻ്റെ ഹൊരഗല്ല് എന്ന്. അപ്പോൾ പെട്ടെന്ന് ഞാൻ അതിശയിച്ചു, എന്താണ് ഈ ഹൊരഗല്ല്? അപ്പോൾ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ്, ഹൊരഗല്ല് എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരിയുടെ ഒരു കഥയാണ് എന്ന് പറഞ്ഞു. അത്രമാത്രം പറഞ്ഞു. അപ്പോൾ എനിക്കത് കൗതുകം തോന്നി. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി. ആ അന്വേഷണങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാനിപ്പോൾ പങ്കുവയ്ക്കുന്നത്. ആ അന്വേഷണങ്ങളും അതിലൂടെ കടന്നുപോയ ചില ചിന്തകളുമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. എന്താണ് ഈ ഹൊരഗല്ല്? കുറേ നേരമായിട്ട് പറയുന്നല്ലോ ഹൊരഗല്ല്. എന്താണ് ഹൊരഗല്ല്? കന്നഡയിലെ ഹൊരഗല്ല് എന്ന് പറഞ്ഞാൽ ഭാരം താങ്ങുന്ന കല്ല് എന്നാണ്. അതായത് പണ്ട് കാലത്ത് ഈ വഴിയാത്രക്കാർക്ക് അവരുടെ തലച്ചുമടൊക്കെ അല്പസമയം ഇറക്കി വെച്ചിട്ട് വിശ്രമിക്കാൻ വേണ്ടി വഴിയരികിലെ ഈ മരത്തണലുകളിലൊക്കെ സ്ഥാപിച്ചിരുന്ന കൽബെഞ്ചുകളെയാണ് ഹൊരഗല്ലെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അതിന് ചുമട് താങ്ങി എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കൃത്യമായിട്ടുള്ള വാക്ക് എന്താണെന്ന്. അപ്പോൾ ആ കല്ലിൽ ഭാരമിറക്കി വെച്ച് മരത്തണലിൽ അല്പസമയം വിശ്രമിച്ച് അല്പസമയം കാറ്റുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ യാത്രക്കാരന് ക്ഷീണം മാറും, പുതിയ ഒരു ഊർജം കിട്ടും. പിന്നീട് കൂടുതൽ ഉന്മേഷത്തോടു കൂടി അയാൾക്ക് യാത്ര തുടരാൻ സാധിക്കും. ഇത് തികച്ചും ഭൗതികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ മനഃശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ഭാരമുള്ള ചുമടുകൾ പേറുന്ന യാത്രക്കാരാണ്. നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങൾ, ഭയങ്ങൾ, ഉത്കണ്ഠകൾ ഇതൊക്കെ പങ്കുവയ്ക്കാൻ ഒരു ഹൊരഗല്ല് നമുക്കുണ്ടോ? ഈ ഹൊരഗല്ലിൻ്റെ കാര്യമാണ് എൻ്റെ സുഹൃത്ത് വളരെ സ്നേഹപൂർവ്വം എന്നെ ഓർമ്മിപ്പിച്ചത്. സുധാമൂർത്തിയുടെ കഥയിലെ അവരുടെ മുത്തച്ഛനും പിന്നീട് രത്ന എന്നുള്ള അവരുടെ സഹപ്രവർത്തകയും ഒക്കെ ചെയ്യുന്നത് ഈ ഹൊരഗല്ലിൻ്റെ ധർമ്മമാണ്. അവർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയൊന്നും ആയിരുന്നില്ല, പക്ഷേ മുൻവിധികളൊന്നുമില്ലാതെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ അവർ തയ്യാറായി. മനഃശാസ്ത്രത്തിൽ ഇതിനെ കാത്താർസിസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ അമർത്തി വെച്ചിരിക്കുന്ന ഈ വിധത്തിലുള്ള വികാരങ്ങളെ പുറത്തേക്ക് തുറന്നു വിടാനുള്ള ഒരു പ്രക്രിയയാണിത്. ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളും സങ്കടങ്ങളുമൊക്കെ പലപ്പോഴും ശാരീരികമായിട്ടുള്ള അസുഖങ്ങളായിട്ടും വിഷാദ രോഗങ്ങളായിട്ടും ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വിശ്വസ്തനായിട്ടുള്ള ഒരാളോട് നമ്മുടെ മനസ്സ് തുറക്കുന്ന സമയത്ത് ആ വലിയ മാനസിക ഭാരം സാവധാനം ഒഴിഞ്ഞു പോകും. കേൾക്കുന്നയാൾ പ്രത്യേകിച്ച് അതിന് ഉപദേശമോ പരിഹാരമോ ഒന്നും കൊടുക്കണമെന്നില്ല. ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ മാത്രം മതി ഒരാളെ ജീവിതത്തിലേക്ക് മനോഹരമായിട്ട് മടക്കിക്കൊണ്ടുവരാൻ. ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയയൊക്കെ വഴി നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവരുമായിട്ടും ബന്ധപ്പെടാൻ സാധിക്കും. ഫേസ്ബുക്കിൽ തന്നെ നിങ്ങൾക്ക് ആയിരക്കണക്കിന് സുഹൃത്തുക്കളുണ്ടാകും, അല്ലേ? പക്ഷെ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിട്ട് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും വലിയ ഒരു സങ്കടം, അല്ലെങ്കിൽ തികച്ചും സ്വകാര്യമായിട്ടുള്ള, അത്രയും സ്വകാര്യമായിട്ടുള്ള ഒരു സങ്കടം, ഒരു മറയുമില്ലാതെ ഒരു മുൻവിധികളുമില്ലാതെ തുറന്നു പറയാൻ ഈ 1000 പേരിൽ എത്ര പേരുണ്ട് നിങ്ങൾക്ക്? വളരെ ചുരുക്കമായിരിക്കും, അല്ലേ? നമ്മളെല്ലാവരും സംസാരിക്കാനൊക്കെ തിരക്ക് കൂട്ടുന്നവരാണ്. സ്വന്തം അഭിപ്രായങ്ങൾ സ്ഥാപിക്കാൻ പലപ്പോഴും നമ്മൾ മത്സരിക്കും.
പക്ഷേ പലപ്പോഴും ആർക്കും കേൾക്കാൻ സമയമില്ല. വളരെ സജീവമായിട്ട് മറ്റൊരാളെ കേൾക്കുക എന്ന് പറയുന്നത് ഇന്ന് വളരെ അപൂർവമായിട്ടുള്ള ഒരു കലയായിട്ട് തന്നെ മാറിയിരിക്കുന്നു. ആക്റ്റീവ് ലിസണിങ്. അതാണ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന വളരെ വലിയ ഒരു മാനസിക പ്രതിസന്ധിയും. പണ്ട് കാലത്ത് കൂട്ടുകുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശനും അമ്മാവന്മാരും പെങ്ങന്മാരും സഹോദരന്മാരും ഒക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇതൊക്കെ കേൾക്കാനും എന്താ വിഷമിച്ചിരിക്കുന്നത്, സാരമില്ല ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ നിർത്താനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് മാറിയപ്പോൾ ഇത്തരം അസാധാരണമായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിലേക്ക് പലരും ആഴ്ന്ന് ഇറങ്ങിപ്പോയി. പലരും കാലിടറി വീണുപോയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ സമൂഹത്തിൽ നല്ലൊരു ഹൊരകല്ലായിട്ട് മാറാൻ പറ്റും. അതിന് വലിയ സൈക്കോളജി ബിരുദങ്ങളൊന്നും വേണ്ട. ലളിതമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരാൾ നമ്മളോട് അവരുടെ സങ്കടം പറയുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഒന്ന് സൈലൻ്റായിട്ട് മാറ്റി വെച്ചിട്ട് അവരെ ശ്രദ്ധാപൂർവം കേൾക്കുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നിടത്തോളം ഉപദേശങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ഉപദേശം കൊടുക്കാനൊക്കെ എല്ലാവർക്കും വലിയ ഉത്സാഹമാണ്. പലപ്പോഴും പലർക്കും വേണ്ടത് പരിഹാരങ്ങളൊന്നുമല്ല, മറിച്ച് അവരെ കേൾക്കാൻ ക്ഷമയുള്ള ചെവികൾ മാത്രമാണ്. അവർ ചോദിക്കാതെ ഉപദേശങ്ങൾ കൊടുക്കാൻ കഴിയുന്നിടത്തോളം നമ്മൾ തിടുക്കം കാണിക്കരുത്. ചിലപ്പോൾ അവർ ചോദിക്കും, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ചിലപ്പോൾ നമ്മളോടിത് പറയുമ്പോൾ തന്നെ അവർക്ക് സ്വയം റിയലൈസ് ചെയ്യാൻ പറ്റും, ഇത്രയേ ഉള്ളൂ, എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റും എന്ന്. അതുപോലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മുൻവിധികൾ പാടില്ല. അവരെ വിലയിരുത്താനോ അല്ലെങ്കിൽ അവർ പറയുന്നതിൽ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കേണ്ടതില്ല. അവരുടെ അവസ്ഥയിൽ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ അവരെ കുറ്റപ്പെടുത്തുന്നതോ വിമർശിക്കുന്നതോ ഒക്കെ അവരിൽ തന്നെ കൂടുതൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനായിരിക്കും കാരണമാവുക. വളരെ പ്രധാനപ്പെട്ട നാലാമത്തെ കാര്യം രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാൾ നമ്മളെ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ തന്നെ ഉള്ളിൽ വളരെ ഭദ്രമായിരിക്കണം. ഏറ്റവും ഒടുവിൽ പറയാനുള്ളത്, നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ മാത്രമല്ല, നമ്മുടെ മൗനം കൊണ്ട്, ശ്രദ്ധയോടെയുള്ള കേൾവി കൊണ്ട് പോലും നമുക്ക് ഒരുപക്ഷെ മറ്റൊരാളുടെ ജീവൻ പോലും രക്ഷിക്കാൻ സാധിച്ചേക്കും. നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ മാറ്റി പ്രകാശം നിറയ്ക്കാൻ, സഹജീവികളുടെ വേദന മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാരം ഇറക്കി വയ്ക്കാൻ ഇതുപോലെ ഒരു ഹൊരകല്ല് നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരുടെയെങ്കിലും ഹൊരകല്ലായിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായും ചുവട്ടിൽ കമൻറ്റ് ചെയ്യും. ഹൊരകല്ലിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എന്നെ ഓർമ്മപ്പെടുത്തിയ ഒരു ഹൊരകല്ലായിട്ട് മാറാം എന്ന് എന്നോട് പറഞ്ഞ ആ സുഹൃത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.